സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നിഷ എന്നാണ്. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ക്രൈസ്തവയാണ്. മാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. 2022 ജൂലൈ 6-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ചെറുതും വലുതുമായ ഒരുപാട് നിയോഗങ്ങൾ എനിക്ക് മാതാവ് ഓൺലൈൻ ഉടമ്പടി വഴി സാധിച്ചു തന്നു. ഞാൻ സൗദിയിൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഇതെൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ 2 മക്കളും എൻ്റെ പാരൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം തീർത്ഥാടന ഉടമ്പടി എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനൊരു സ്റ്റാഫ് നഴ്സാണ്, സൗദിയിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. എല്ലാ നഴ്സുമാരെ പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു വേറെ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാനും ഫാമിലിയായിട്ട് അവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട്. കാരണം ഞാൻ സിംഗിൾ വിസയിലാണ് സൗദിയിൽ വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം അവരെ അവിടെ നിർത്താൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് OET എക്സാം എഴുതാനായിട്ട് പോയി. പക്ഷേ എനിക്ക് OET എക്സാം എഴുതി ന്യൂസിലൻഡിൽ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവ് തന്നെ എനിക്ക് കാണിച്ചു തന്നു ഇതല്ല എൻ്റെ വഴി എന്നുള്ളത്. കാരണം ഇവിടെ വെക്കേഷൻ വന്ന സമയത്താണ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ആ വെക്കേഷന് തിരിച്ചു പോണതിന് മുമ്പ് തന്നെ എനിക്ക് കാനഡയിലേക്കുള്ള ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചു മാതാവിൻ്റെ കൃപയാൽ. ഫാമിലിയായിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു അവസരമാണ് അതുവഴി തുറന്നു കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നതല്ല, മാതാവാണ് നമ്മൾക്ക് വഴി കാണിച്ചു തരുന്നത്. എനിക്ക് എന്ത് വേണം എന്നുള്ളത് മാതാവിന് എന്തായാലും അറിയാം. ഞാൻ ഇവിടെ വെച്ച 6 ഉടമ്പടി 6 കാര്യങ്ങളും ഇതുവരെ എല്ലാം സാധിച്ച് എനിക്ക് കിട്ടി. കാരണം മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം അതിനകത്ത് ഉണ്ടാകാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സമയത്തിൻ്റേതായ പ്രത്യേക ഒരു സ്പീഡ് അതിനകത്തുണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടമ്പടിയിൽ ഉഴപ്പിക്കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ചൊവ്വാഴ്ചകളിലാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളും ശരിയായി കിട്ടുന്നത്. ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ആരാധന ഉടമ്പടി പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു, പിന്നെ ഈ ചൊവ്വാഴ്ച ദിവസം നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ ഉടമ്പടി കൊണ്ടുപോകണം, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എനിക്കിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൽ വലിയ വ്യക്തമായ രൂപങ്ങളില്ലായിരുന്നു. ഉടമ്പടി എടുത്തു, എല്ലാവരെയും പോലെ ഞാനും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു എന്നതിനപ്പുറം ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായ രൂപം എല്ലാ ചൊവ്വാഴ്ചകളിലെയും ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് എനിക്ക് അച്ഛൻ്റെ മെസ്സേജുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസത്തെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടിയിൽ ഉഴപ്പിയിട്ട് കാര്യമില്ല. പിറ്റേ ദിവസം മുതൽ ഞാൻ വീണ്ടും 5:30-ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങി. അന്നേ ദിവസം വൈകുന്നേരം തന്നെ എനിക്ക് കാനഡയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ കിട്ടി. അവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും, അതായത് നോമിനേഷൻ കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ് 3 മുതൽ 6 മാസം വരെ എടുക്കും എന്ന് പറഞ്ഞ എൻ്റെ സർട്ടിഫിക്കറ്റ് 3-ാമത്തെ ദിവസം എനിക്ക് മെയിൽ വഴിയായിട്ട് കിട്ടി. കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. ഇതിന് ആദ്യത്തെ പടി അതായിരുന്നു. പക്ഷേ എൻ്റെ കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയറി ആയി പോയിട്ട് 2 മാസം കഴിഞ്ഞു. അപ്പോൾ കേരള രജിസ്ട്രേഷൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 മാസം കഴിയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തില്ല എന്ന് പറഞ്ഞ അവിടെ നിന്ന് പിറ്റത്തെ ആഴ്ച എൻ്റെ വീട്ടിലെ അഡ്രസ്സിലേക്ക് കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വരികയാണ്. എന്ന് വേണ്ട അവിടെ നിന്ന് തുടങ്ങി ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത് തന്നെ മാതാവിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷിയായിട്ടാണ്. കാരണം ഞങ്ങളുടെ പാസ്പോർട്ട് സബ്മിഷൻ മാത്രമായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത്. അത് സെപ്റ്റംബർ മാസം അവസാനം ഞങ്ങൾക്ക് കയറിപ്പോകാൻ സാധിക്കുമെന്ന് വിചാരിച്ചാണ് സൗദിയിൽ നിന്ന് എക്സിറ്റ് കൊടുത്ത് നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഞങ്ങളുടെ ബയോമെട്രിക് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾക്ക് മെസ്സേജ് വരുവാണ്, നിങ്ങൾക്ക് റെഫ്യൂസലാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എൻ്റെ എല്ലാ പ്രതീക്ഷകളും പെട്ടെന്ന് ഒരു നിമിഷം തകർന്നു പോയി. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മാതാവ് നീ തന്നതാണ് എനിക്കിത്, ഞാൻ നിൻ്റെ വഴിയല്ലായിരുന്നു, നീ എനിക്കൊരു വഴി തുറന്നു തന്നു, ഇവിടം വരെ എന്നെ എത്തിച്ച നിനക്ക് എന്നെ അവിടെ എത്തിക്കാനുള്ള ബാധ്യതയുണ്ട്. കാരണം ഞാൻ എല്ലാം നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടി പ്രാർത്ഥനകളിൽ പറയാറുണ്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ അങ്ങനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് രാവിലെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ പോലും ഞാനിപ്പോൾ ഇവിടെ ഈ സാക്ഷ്യത്തിലൂടെ ആയിരിക്കും അറിയുന്നത് ഞങ്ങളുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള പേപ്പർ വന്നു എന്നുള്ള കാര്യം. എൻ്റെ അമ്മ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്.
അതിൻ്റെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അതിനുള്ള വലിയ കൃപ മാതാവ് തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് അതിനുള്ള യാതൊരുവിധ മെറിറ്റും ഇല്ല. ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ പോകാനുള്ള ഒരു കൃപ ദൈവം തന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുവേണ്ടി ഞങ്ങൾ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്നതിൻ്റെ കാരണം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഫോൺ നമ്പർ വേറൊരാളുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ഒത്തിരി ഡ്യൂസ് വന്ന് കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് ലോൺ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ മാത്രമല്ല, എനിക്കൊരു ലോൺ ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ലോൺ. ഞാൻ പഠിക്കാൻ വേണ്ടി ഞാൻ ലോൺ എടുത്താണ് പഠിച്ചത്. അത് പക്ഷേ ഞാനിത് പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. ആ ലോൺ ഉള്ളത് കൊണ്ടും അതിന് ഡ്യൂ കിടക്കുന്നത് കൊണ്ടും 10,56,000 രൂപയായിരുന്നു അതിൻ്റെ ഡ്യൂ. അത് ഈ ഓഗസ്റ്റിൽ അടയ്ക്കണം എന്ന് പറഞ്ഞ് പേപ്പർ വന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ. ആ ഡ്യൂ ഉള്ളത് കൊണ്ടും ഈ ലോൺ പാസ്സാവില്ലെന്ന് പറഞ്ഞ് മെയിൽ വന്ന എനിക്ക് വീണ്ടും ഞാൻ ആ ലോണിന് വേണ്ടി പ്രാർത്ഥിച്ചു മാതാവിനോട്. മാതാവ്, എനിക്ക് വേറൊരു വഴിയില്ല, എനിക്ക് ആരോടും ചോദിക്കാനും ഇല്ല, നീ എങ്ങനെയെങ്കിലും ഇതെനിക്ക് നടത്തി തന്നേ പറ്റുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഈ മാതാവിനെ കാണാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും മാതാവിൻ്റെ കൃപയാൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തരും. അങ്ങനെ ഒരു ദിവസം ഇങ്ങോട്ട് വന്ന വഴിയിൽ തന്നെ ഞങ്ങൾക്ക് ലോൺ പാസ്സായി എന്നുള്ള മെയിൽ വരികയും അവിടുന്ന് ഈ തരൂല എന്ന് പറഞ്ഞ് മെയിൽ അയച്ചവർ തന്നെ ഞങ്ങൾ തിരിച്ചു വിളിച്ച് നിങ്ങളുടെ ലോൺ പാസ്സായിട്ടുണ്ടെന്ന് പറയും. അതും മാതാവിൻ്റെ വലിയ കൃപയാണ്. കാരണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു, അവർക്കും ഒന്നും ചെയ്യാനില്ലായിരുന്നു. എല്ലാം നിന്നോടത്തുനിന്ന് പുതിയതായിട്ട് തുടങ്ങാനായിട്ടുള്ള കൃപ, അത് ഒരു വലിയ കൃപയാണ് ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയത്. അതുകൂടാതെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിലുള്ള എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. നമ്മുടെ കൂടെ ആരോ ഉണ്ട്, ഒരാൾ നിന്ന് നമുക്ക് വേണ്ടി ചെയ്ത് തരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പലപ്പോഴും. കാരണം നിങ്ങൾക്ക് ഈ പേപ്പർ കിട്ടൂല എന്ന് പറയുന്നിടത്ത് പിറ്റത്തെ ആഴ്ച ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ആ പേപ്പർ കിട്ടും. അപ്പം ഞാൻ മാതാവ് പറയുന്നു, മാതാവേ നന്ദിയുണ്ട്, എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് പറഞ്ഞോളാം. ഇവിടെ വന്ന് ഈ പാസ്പോർട്ടിൻ്റെ സബ്മിഷൻ ആയിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഒത്തിരി വിഷമമുണ്ടെങ്കിലും ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിക്കും, ദൈവമേ, മാതാവ് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് എന്നെ തള്ളിക്കളയുവാണോ? എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പാസ്പോർട്ട് സമർപ്പിച്ച് മാതാവിൻ്റെ അടുക്കെ വന്ന് പ്രാർത്ഥിച്ച അച്ഛൻ 4 കാശ് രൂപം അത് ഞാൻ ആ പാസ്പോർട്ടിൽ വെച്ച് ഇപ്പോഴും വെച്ചേക്കുവാ, ഇതുവരെ എടുത്തിട്ടില്ല. കാരണം ഇന്ന് രാവിലെയാണ് ഞങ്ങൾക്ക് ഇതിനുള്ള മെയിൽ വരുന്നത്. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ആരോടും ഇത് പറയുള്ളൂ എന്നുള്ളൊരു പ്രാർത്ഥന കൊണ്ട് ഞാനും ഹസ്ബൻഡും പിള്ളേരും പാരൻസും അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഇത് കൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് മാതാവ് വഴിയായിട്ട്. എൻ്റെ ഫ്രണ്ടിന് വർക്ക് പെർമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് ആ ആപ്ലിക്കേഷൻ ഫോം റെഫ്യൂസൽ വരും, കാരണം അതിൽ വെച്ചേക്കണ പല പേപ്പറും തെറ്റാണെന്ന് ഏജൻസി പറഞ്ഞു. അപ്പോൾ ഈ റെഫ്യൂസൽ വന്നു കഴിഞ്ഞാൽ അവൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തതാണ്. ഈ ടിക്കറ്റ് ഒത്തിരി സാമ്പത്തിക ബാധ്യതയുള്ളതുകൊണ്ടാണ് അവൾ പോകുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്നോട് പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപയും കൂടി മാതാവ് തന്നു. ഉപവാസം എടുക്കുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചാൽ പോലും നടക്കാത്ത കാര്യമായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനും ഉപവാസം എടുക്കാനും പിന്നെ ഈ നോൺ വെജൊക്കെ കഴിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റില്ല നോൺ വെജ് കഴിക്കാതിരിക്കാൻ. എനിക്ക് ചോറ് ഉണ്ണണമെങ്കിൽ നോൺ വെജ് എന്തെങ്കിലും കഴിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം എനിക്കതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാനും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനും എത്തിക്കുവാനുള്ള കൃപ മാതാവ് തന്നു. പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് പ്രാർത്ഥിക്കാനും വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള കൃപ ഇവിടെ മതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് തന്നു. അതുകൂടാതെ എൻ്റെ ഫ്രണ്ടിന് സൗദിയിലായിരുന്ന സമയത്ത് അവളുടെ ജോലി പോകും എന്നുള്ളൊരവസ്ഥ വന്നു. കാരണം സൗദി സ്വദേശീയവൽക്കരണം എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ബാക്കിയുള്ളവരെ, നമ്മളെ ജോലിയിലായിരിക്കുന്നവരെ കുറച്ച് പേരെ പിരിച്ചുവിടാൻ അവർ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്കും ആ പേപ്പർ വന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം അവിടെ കൊണ്ടുപോയി അവളോട് ആപ്ലിക്കേഷൻ ഫോമിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ആദ്യത്തെ അവർ പറഞ്ഞ്, നോക്കട്ടെ, നിങ്ങളുടെ സാലറി എല്ലാവരും ചിലപ്പോൾ പറഞ്ഞു വിടുമായിരിക്കും എന്നുള്ള അവസ്ഥയിൽ നിന്ന് സാലറി കട്ട് ചെയ്തിട്ട് ജോലിക്ക് കയറാമെന്നുള്ള അവസ്ഥയായി. അതും തന്നെ ഈ സാലറി കട്ട് ചെയ്യൽ 2000 കൂടുതലാണ് ബാക്കി എല്ലാവർക്കും സാലറിയിൽ നിന്ന് കട്ടിങ് പോയത്. പക്ഷേ ഇവൾക്ക് മാത്രം വെറും 500 റിയാൽ അത്രയൊക്കെ സാലറി കട്ടായിട്ട് ജോലിക്ക് കയറാനുള്ള കൃപ കിട്ടി.
പിന്നെ അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡാണ്, ഇത് രവിശങ്കർ എന്നാണ് പേര്. പുള്ളിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും വയ്യാതെ വരാൻ നേരത്തെ, ഇപ്പോൾ കൊച്ചുങ്ങൾക്ക് തന്നെ വയ്യാതെ വരുമ്പോൾ ഞാൻ ഈ തൈലമൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ നേരത്ത് അപ്പോൾ എന്നോട് ചോദിക്കും, നീ ഒരു നേഴ്സല്ലേ, നീ ഇതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് വിശ്വാസം ഉണ്ടോ ഇങ്ങനെയൊക്കെ ഇതാവുമെന്ന്. അതിന് പുള്ളിക്ക് തന്നെ ഒരു കറക്റ്റ് അപ്പം ഞാനെപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് പുള്ളീനെ ശരിക്കും പൂർണ്ണമായിട്ട് ഇതിനകത്ത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിനക്ക് സാധിക്കൂ, ഒരു അടയാളം പുള്ളിക്കും കൊടുക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അത് ഇങ്ങനെ കൊടുക്കുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. ആ അനുഭവം എന്താണെന്ന് ഹസ്ബൻഡ് തന്നെ പറയും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ രവിശങ്കർ എന്നാണ്. ഇപ്പം എൻ്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് ആ വിശ്വാസം എനിക്ക് എങ്ങനെ വന്നതെന്ന് എഴുതി കഴിഞ്ഞാൽ, എൻ്റെ ഫാദർ 84 ഇയേഴ്സ് ഏജ് ഉണ്ട്. അച്ഛൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദൈവവിളി കേട്ടിരിക്കുന്ന ഒരവസ്ഥ പോലെയായിരുന്നു. കാര്യം 84 വയസ്സുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒരാഴ്ചയായിട്ട്, അതായത് നമ്മുടെ ഇവിടെ മഴക്കാലം തുടങ്ങിയ ഒരു സമയത്ത് ഒരാഴ്ചയായിട്ട് അച്ഛൻ ഒരു അനക്കവുമില്ല. അതായത് ബെഡിൽ തന്നെ എപ്പോഴും കിടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ എല്ലാ രീതിയിലും ഒരു റെസ്പോൺസില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയും അവരുടെ ഹസ്ബൻഡൊക്കെ ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരെല്ലാം വീട്ടിൽ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, നമുക്കിനി ഒരു അവസാന ഒരു സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്, നമുക്ക് പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റാൻ തൽക്കാലത്തേക്ക് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അച്ഛൻ്റെ കൈയും കാലൊക്കെ ചൊറിഞ്ഞ് പൊട്ടുന്ന ഒരവസ്ഥയിൽ ബെഡ് സോർ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതാണ് അച്ഛൻ്റെ അവസ്ഥ, ഇനിയിപ്പോൾ എത്ര ദിവസം എത്ര മണിക്കൂറെന്നൊന്നും പറയാത്ത ഒരു രീതിയിലാണ് എന്ന് പറഞ്ഞു. അപ്പം വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങളിന്ന് വീട്ടിൽ ചെന്നിട്ട് അച്ഛന് ആ തൈലം ഒന്ന് പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. തുടർന്ന് ഞാൻ ചെന്നിട്ട് അച്ഛൻ കിടക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ എന്നെ തൊടിക്കാൻ സമ്മതിക്കില്ല. കാര്യം ഞാൻ തൊടുമ്പോഴത്തേക്കും ഉറക്കെ കരയും, അയ്യോ എന്നെ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കരയും. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ അച്ഛൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അച്ഛൻ്റെ തലയിലും കയ്യിലും കാലിലും എല്ലാം ഓരോ തുള്ളി അച്ഛനറിയാതെ തന്നെ ഞാൻ ഈ തൈലം ഓരോ തുള്ളി ഞാൻ ഇട്ട് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ, കാര്യം അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാര്യം ഏത് നിമിഷവും അമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ള ചേച്ചി വിളിക്കും, ജോലിക്കുള്ള ചേച്ചി വിളിക്കും, കാര്യം അച്ഛൻ പോയി എന്ന രീതിയിൽ പറയാൻ വേണ്ടി. കാര്യം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിടന്നിരുന്നത് അച്ഛൻ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേച്ചിയും അമ്മയൊക്കെ അത്ഭുതത്തോടെ നിൽക്കണം. കാര്യം അച്ഛൻ്റെ കാലിൽ ഒരു രീതിയിലും അല്ലെങ്കിൽ കൈകളിലും ഒരു രീതിയിലുള്ള ഒരു പാടുകൾ പോലും ഇല്ല, പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. അപ്പം ചേച്ചി അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഇത്ര ഏത് മരുന്നാണ് കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഉദ്ദേശിക്കുന്ന മരുന്നല്ല ഞാൻ കൊടുത്തത്. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഇന്ന രീതിയിലുള്ള തൈലം തന്നെയാണ് ഞാൻ പറ്റിയത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അച്ഛനെ പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റി. ഈ പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റുന്ന സമയത്തും ഞാൻ തലേദിവസം പോയിട്ട് അച്ഛനെ എടുത്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ, കാര്യം ആംബുലൻസിൽ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നു. ഈ കിടപ്പിൽ കിടക്കുന്ന ഈ വ്യക്തി തന്നെ എഴുന്നേറ്റ് നടന്ന് വന്ന് ആംബുലൻസിൽ ഇരുന്ന് പോയി. ഇതൊക്കെ എൻ്റെ വീട്ടിലത്തെ വീഡിയോ റെക്കോർഡിൽ കാണാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ കിടപ്പായിട്ടുള്ള വ്യക്തിയാണ് ആംബുലൻസിൽ ഇരുന്ന് പോയത്. തുടർന്ന് ഈ പറഞ്ഞ പാലിയേറ്റീവ് കെയർ ചെന്നു. കാര്യം എന്തായാലും അച്ഛൻ എഴുന്നേറ്റ് ചെന്നതല്ലേ, അപ്പോൾ പാലിയേറ്റീവ് കെയറിൽ തന്നെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 5 പ്രാവശ്യം അദ്ദേഹം പുറത്ത് വീണു. അതായത് സ്ഥലബോധം മനസ്സിലാവാത്ത രീതിയിൽ 5 പ്രാവശ്യം ഒരു 2 അടി താഴ്ചയിലേക്ക് വീണു. പക്ഷെ ഒരു പൊട്ടലോ ഒരു ചതവോ ഒന്നുമില്ല. അങ്ങനെ എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ ആളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആൾക്ക് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ആണെന്നുള്ള മനസ്സിലായി. തുടർന്ന് ആളെ റിനൈമേഡ് സീറ്റിൽ അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ച അവിടുത്തെ ചികിത്സയിലായിരുന്നു, ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളെല്ലാം. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് അച്ഛനൊരു 2 ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, കാര്യം ഞങ്ങൾക്കൊരു ചെറിയൊരു സംശയം അച്ഛന് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ബെൻസ് ജോൺസ് പ്രോട്ടീൻ ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റും അതുപോലെ തന്നെ സീറം പ്രോട്ടീൻ ടെസ്റ്റും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഞാൻ ഇവിടെ, അതായത് ഒരു വ്യാഴാഴ്ചയാണ്, ഞാൻ വ്യാഴാഴ്ച ഇത് കേട്ട വഴിക്കാണ് ഞാനിവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട്, മാതാവേ ഈ സമയത്ത് എന്നെ പരീക്ഷിക്കാൻ നിൽക്കരുത്, കാര്യം ഞങ്ങൾ പോകാൻ നിൽക്കുന്നൊരു സമയമായതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് ഞാൻ ഭാര്യ പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ ഉപ്പ്, ഇവിടുന്ന് കിട്ടുന്ന ഉപ്പ് അച്ഛൻ്റെ ഭക്ഷണത്തിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ ഭക്ഷണം കഴിച്ച് തീരാറായി. പക്ഷേ അച്ഛൻ വെള്ളം കുടിച്ച് തീർന്നിട്ടില്ലായിരുന്നു. വേഗം ഞാൻ ആ വെള്ളത്തെ കലക്കി കൊടുത്തു. തുടർന്ന് അച്ഛനത് കുടിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും DDRCക്കാർ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, കാര്യം ഇത് ഷെഡ്യൂൾഡ് ടെസ്റ്റാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയും വഹിക്കാൻ പറ്റില്ല, കാര്യം എനിക്ക് അത്രയും പെട്ടെന്ന് ടെസ്റ്റിന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ചയാണ് ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ ടെസ്റ്റിന് കൊടുത്തത് വെള്ളിയാഴ്ച. പക്ഷേ വെള്ളിയാഴ്ച രാത്രി ഒരു 12:30 മണി ആ സമയത്ത് എനിക്ക് മെയിൽ വന്നു.
ഈ ടെസ്റ്റ് നെഗറ്റീവാണ്, അതായത് ക്യാൻസറിന് ടെസ്റ്റ് നെഗറ്റീവാണെന്നുള്ളത്. അങ്ങനെ ഇന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടു തന്നെയാണെന്ന് പറയാം, ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് മനസ്സിലാക്കി തന്നത് മാതാവാണ്, മാതാവിൻ്റെ ആ ഇടപെടൽ തന്നെയാണ്. വിശ്വാസം വഴി കൃപയാലാണ്